ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? പിന്നെ കുറേ പേർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലുകൾ ഏതൊക്കെ, അതുപോലെ തന്നെ കളറുകൾ ഏതൊക്കെ, പിന്നെ എന്താണ് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പത പൂവാളൊരിതുണ്ടല്ലോ, എന്താണ് റബ്ബിങ് ആൽക്കഹോൾ ഉണ്ടോ, അതുപോലെ തന്നെ ഏതൊക്കെ ബേസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അപ്പോൾ ബേസിൻ്റെ റേറ്റ് എത്ര, കൂടുതൽ എടുക്കുമ്പോൾ കുറച്ച് തരുമോ, ഇതൊക്കെയാണ് പലരുടെയും ഡൗട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്നത് ഒരുപാട് പേർക്ക് അറിയാം. നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രാഗ്രൻസ് ഓയിലുകൾ ഡവിൻ്റെ ഉണ്ട്. ഡവിൻ്റെ പൊടി തീർന്നതുകൊണ്ട് നമ്മൾ ആകെ പെട്ടിട്ടിരിക്കുകയാണ്. 1-2 കസ്റ്റമർക്ക് നമ്മൾ പൊടി ഇല്ലാണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അത് കിട്ടാനും കുറച്ച് പണിയാണ്. അപ്പോൾ ഇന്ന് വരുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് വന്നു കഴിഞ്ഞാൽ ആ കിട്ടാത്ത കസ്റ്റമർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. അത് നമ്മുടെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് പോകും, എന്നാലും വേണ്ടില്ല. കാരണം അവർ ഡവിന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഡവ് ഉണ്ടാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ആ പൊടി എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് അവർക്കത് അയച്ചു കൊടുക്കണം. അപ്പോൾ അതുവരെ തന്നെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. കിട്ടാത്ത കസ്റ്റമർ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുപോലെ റബ്ബിങ് ആൽക്കഹോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 50 ml എത്ര, അതുപോലെ 100 ml എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കളറുകൾ നമ്മുടെ കയ്യിലുണ്ട്. മോൾഡ് 2 തരം മോൾഡാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് 4 വരുന്നത്. നല്ല ഉറപ്പുള്ള സാധാ നമ്മൾ ഫ്ലിപ്കാർട്ട് ആമസോണിൽ നിന്നൊക്കെ വാങ്ങണ പോലത്തെ ആ കനമില്ലാത്ത സംഭവം അല്ല ഇത്. നല്ല കനമുള്ള, നല്ല നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്കറിയാം ഇതിൻ്റെ വേഗം അത്ര പെട്ടെന്ന് പൊട്ടൊന്നുമില്ല ഈ സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിയേഴ്സിൻ്റെ മോൾഡും നമ്മുടെ കയ്യിലുണ്ട്. ആ 4 വരുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ട്. പിന്നെ കുറേ പേരുടെ ഡൗട്ടാണ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ പത വരുന്നില്ല, എന്തുകൊണ്ടാണ് പത വരാത്തതെന്ന് കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ട് ശരിയല്ല എന്നുണ്ടെങ്കിൽ പത വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല നമ്മുടെ ബേസ് നന്നല്ല എന്നുണ്ടെങ്കിലും പത വരില്ല. കാരണം ക്വാളിറ്റി ഉള്ള ബേസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പത നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുള്ളൂ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ ഒരുപാട് പേര് ബേസ് മേടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ അവിടുന്ന് വാങ്ങിച്ചത് തന്നെയായിരുന്നു. പക്ഷെ ഉണ്ടാക്കിയിട്ടൊന്നും എനിക്ക് പത ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു ഉറപ്പില്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഉറപ്പില്ല. പിന്നെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് പെട്ടെന്ന് അലിഞ്ഞു പോവാനും ഒക്കെ കാരണം ഒന്നെങ്കിൽ ബേസ് നന്നാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ കൂട്ട് ശരിയല്ല എന്നുണ്ടെങ്കിലാണ് പെട്ടെന്ന് സോപ്പ് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഉറപ്പുണ്ടാവില്ല. ഇങ്ങനെ ഞെക്കുമ്പോൾ കാണാൻ നല്ല ഉറപ്പില്ലാതെ ആവണ്. പിന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നുണ്ട്. അലിഞ്ഞു പോകാനുള്ള കാരണം നമ്മൾ ചേർക്കണ കൂട്ട് കൂടുതലായി കഴിഞ്ഞാലും സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഉറപ്പില്ലാതെ ആവുകയും ചെയ്യും. അപ്പോൾ ഞാനിതിൽ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എന്നോട് 100 ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരും, അതിൽ എന്തൊക്കെ കൂട്ടി ചേർക്കണം, എത്ര അളവ് ചേർക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. പിന്നെ എനിക്ക് ഓർഡർ 1 കിലോന് 500 ഗ്രാമൊക്കെ വെച്ചിട്ടാണ് എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടുക. അതുപോലെ 5 കിലോനൊക്കെയാണ് ഓർഡർ, ഒരുമിച്ചിട്ടാണ് കിട്ടുന്നത്. അതുപോലെ ചെറിയ ഇത് കാണിക്കാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് 100 ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ടാണ് പതമില്ലാത്തതും സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നുണ്ട് ഉറപ്പില്ല ഇതൊക്കെ. അപ്പോൾ സോപ്പ് പതമില്ലാത്തത് ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പതമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ബേസ് വാങ്ങിക്കുക. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒരു തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സോപ്പിന് പതം ഉണ്ടാവും. നമ്മുടെ സോപ്പ് ബേസ് വാങ്ങിച്ചിട്ട് ഇതുവരെ എനിക്കൊരു കംപ്ലൈൻറ്റ് ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല സോപ്പ് പതമില്ല എന്നുള്ളത്. നല്ല പതമുണ്ട്. ഞങ്ങൾക്ക് വീഡിയോ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് ഒരു ഇത്. രണ്ടാമത് അലിഞ്ഞു പോണത് നമ്മുടെ കൂട്ട് ശരിയല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സോപ്പ് അലിഞ്ഞു പോകും. ഇനി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.